സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100 വർഷങ്ങളുടെ ഇടയിൽ എന്തെല്ലാം തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, സമൂഹത്തിനോട് എന്തെല്ലാം കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അതിലെവിടെയെങ്കിലും ഒരു മാറ്റത്തിരുത്തലുകൾ, നേരത്തെ അവതരിപ്പിച്ച പ്രമേയം ശരിയായിട്ടില്ല, തീരുമാനം ശരിയായിട്ടില്ല, ഇപ്പോൾ ഞങ്ങളത് മാറ്റിപ്പറയുന്നു, ഇങ്ങനെയാണ് വേണ്ടത് എന്ന് എവിടെയെങ്കിലും ഒരു വിഷയത്തിൽ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ സമൂഹത്തിനോട് ഉത്ബോധിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധ്യമേയല്ല. ഇവിടെ തീവ്രവാദങ്ങളുടെ, ഉഗ്രവാദങ്ങളുടെ, അതുമായി ബന്ധപ്പെട്ട പല പ്രസ്ഥാനങ്ങളും രംഗത്ത് വരികയുണ്ടായി. യഥാർത്ഥത്തിൽ എല്ലാ തീവ്രവാദങ്ങളുടെയും ഉഗ്രവാദങ്ങളുടെയും അടിസ്ഥാനം പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ വഹാബികളും അതുപോലെ തന്നെ മൗദൂദി സാഹിബിന്റെ സംഘടനകളുമാണ് എന്നതിൽ ചിന്തിക്കുന്നവർക്ക് ഒരു സംശയവും ഉണ്ടാവുകയില്ല. മൗലാന മൗദൂദി സാഹിബ് ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിച്ചപ്പോൾ അതിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഈജിപ്തിൽ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറയുന്നൊരു സംഘടന സയ്യിദ് ഖുത്ബിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കുകയുണ്ടായി. മുസ്ലിം ബ്രദർഹുഡ് എന്ന പേരിൽ സ്ഥാപിക്കപ്പെട്ട ആ സംഘടന വർഷങ്ങളോളം അവിടെ പ്രവർത്തിച്ചിട്ട് അവസാനം മുർസിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യപരമായി അവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവർക്ക് അധികാരവും ലഭിച്ചു. പക്ഷേ ആ അധികാരം ലഭിച്ചവർക്ക് 1 വർഷം പോലും ആ അധികാരത്തിൽ നിന്നുകൊണ്ട് സമൂഹത്തിനെ സേവിക്കുവാനോ സമൂഹത്തിന്റെ പൊരുത്തവും സമൂഹത്തിന്റെ സ്നേഹവും കൈപ്പറ്റുവാനോ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ചരിത്രപരമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്താണ് അതിന്റെ കാരണം? പരിശുദ്ധമായിരിക്കുന്ന സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വ്യതിചലിക്കുകയും തീവ്രവാദപരമായിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തു എന്നത് തന്നെയാണ് അതിന്റെ കാരണം. അതേപോലെ തന്നെ വഹാബിയത്ത്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അത്തൗഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥം, ഈ ഗ്രന്ഥം തീവ്രവാദത്തിന്റെ പ്രചരണത്തിന്റെ വേണ്ടിയുള്ള വലിയ ആയുധമാണ് എന്ന് അവർക്ക് തന്നെ ഭരണസ്വാധീനമുള്ള സൗദി പോലെയുള്ള ഗവൺമെന്റുകൾ ഏറെ വൈകിയിട്ടാണെങ്കിലും അവരത് കണ്ടുപിടിക്കുകയും അതിനെതിരായിട്ടുള്ള നടപടികളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇവിടെ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് ആരെല്ലാം വ്യതിചലിച്ചു പോയിട്ടുണ്ടോ ആ വ്യതിചലിച്ച ആളുകൾ സമൂഹത്തിന് ഒരു ഉപകാരവും നൽകാതെ സമൂഹത്തിനെ മോശമായിരിക്കുന്ന വഴിയിലേക്ക് നയിക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അവർ നേതൃത്വം നൽകുന്ന പരിശുദ്ധമായിരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെയും പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും തന്നെ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന നമ്മുടെ അടിസ്ഥാനപരമായിരിക്കുന്ന ആശയത്തിൽ വെള്ളം ചേർക്കുവാനോ അതിനെ മയപ്പെടുത്തുവാനോ അതെല്ലാവരോടും ഒപ്പിച്ചു കൊണ്ടുപോകുവാനുള്ള ഒരു വഴിയായിട്ട് ആരും കാണേണ്ടതില്ല. സുന്നത്ത് ജമാഅത്ത് അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും അവിടെ നിന്ന് കൽപ്പിച്ച, അവിടെ നിന്ന് കാണിച്ചു തന്ന അതേ രൂപത്തിൽ തന്നെ ആണുകിട വ്യത്യാസമില്ലാതെ കണ്ട് ഈ സമൂഹത്തിന്റെ മുമ്പിൽ അത് നിലനിർത്തുവാനും അതിന് വേണ്ടി പ്രവർത്തിക്കുവാനും ബാധ്യസ്ഥരായവരാണ് മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കളും അതിന്റെ പ്രവർത്തകരും. പരിശുദ്ധമായിരിക്കുന്ന ദീൻ, ആ സുന്നത്ത് ജമാഅത്ത് ഖിയാമത്ത് അടുത്തടുത്ത് വരുമ്പോൾ ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകും. ഇന്നദ്ദീന ലയരിജു ഇലൽ ഹിജാസി കമാ യരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. പാമ്പതിന്റെ മാളത്തിലേക്ക് ഒതുങ്ങുന്നത് പോലെ പരിശുദ്ധമായിരിക്കുന്ന ദീൻ ഹിജാസിലേക്ക് ഒതുങ്ങുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലാഹുവിന്റെ ദീന് ചുരുങ്ങിയിട്ട് ഒരു ഭാഗത്തേക്ക് ഒതുങ്ങുമ്പോൾ തീർച്ചയായും ആ ദീനിന് ശക്തി പകരാനും ദീനിന്റെ കൂടെ നിൽക്കാനും എന്ത് തന്നെ നഷ്ടം സംഭവിച്ചാലും
എന്ത് തന്നെ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ നമ്മളെല്ലാവരും തയ്യാറാവേണ്ടതുണ്ട്. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ മഹത്തായിരിക്കുന്ന സമ്മേളനം ഇവിടെ വിളിച്ചുകൂട്ടിയും കൊണ്ട് സമൂഹത്തിനോട് ഉത്ബോധിപ്പിക്കുന്നത്. തീർച്ചയായും നമുക്കതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. മഗ്‌രിബിനോട് സമയമെടുത്തതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരങ്ങൾ നീട്ടുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ മഹാനവറുകൾ, ബഹുമാനപ്പെട്ടവരുടെ ആ യാത്ര കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ കണ്ണൂരിലെത്തും, നാളെ കാസർഗോട്ടും മംഗലാപുരത്തുമായി അത് സമാപിക്കുകയാണ്. യഥാർത്ഥത്തിൽ സമസ്തയുടെ ഒരു വലിയ സമ്മേളനം കേരളത്തിലുടനീളം സയ്യിദുൽ ഉലമയുടെ ആ മഹത്തായിരിക്കുന്ന യാത്ര കൊണ്ട് ഇവിടെ നടന്നു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഒരു സമാപ്തിയാണ് കുണിയയിൽ വെച്ച് നടക്കാനുള്ളത്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ മഹാനവറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സന്ദർഭത്തിലും അള്ളാഹിന്റെ ദീനിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ചില ആളുകളെ തിരഞ്ഞെടുക്കും. അതിൽ സയ്യിദന്മാരുണ്ടാകും, അതിൽ ഉലമാ ഉണ്ടാകും, അതിൽ ഉമറാവും ഉണ്ടാകും. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, നമ്മൾക്ക് കാസർഗോഡ് ഈ സമ്മേളനം നടത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്ന ആദരണീയരായ കുണിയ ഇബ്രാഹിം ഹാജി, അള്ളാഹു അദ്ദേഹത്തിന് ആയുരാരോഗ്യവും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി മൂപ്പര് പറയാറുണ്ട്. ചെറിയ അസുഖങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ്. അള്ളാഹു അവർക്ക് ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് പോലും കുണിയ ഇബ്രാഹിം ഹാജിനെ ഞങ്ങൾക്ക് പോലും അറിയില്ല. ഞാൻ തന്നെ അദ്ദേഹത്തിനെ കണ്ടത് ഒരു പ്രാവശ്യം മാത്രമാണ്. ഒരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുവാനോ എവിടെയെങ്കിലും ആളുകളുടെ മുമ്പിൽ വന്നിട്ട് എന്തെങ്കിലും വങ്കത്തം പറയുവാനോ ഒന്നിനും നിൽക്കാതെ ഒളിഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമ. അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്തക്കൊരു ശക്തനായിരിക്കുന്ന ഉമറാഹ് അനിവാര്യമാണെന്ന് കണ്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തന്ന ഒരു മഹാമനീഷിയാണ് ബഹുമാനപ്പെട്ടവർ. അദ്ദേഹത്തിൻ്റെ സഹായങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അത് വിവരിച്ചാൽ തീരാത്ത അത്രയും വേറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാവരും ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമാക്കും കുണിയ ഇബ്രാഹിം ഹാജിക്കും അതുപോലെ നമ്മുടെ മഹത്തുക്കളായിരിക്കുന്ന ഉലമാക്കൾ, ബഹുമാനപ്പെട്ട കൊയ്യോട് ഉസ്താദിനെ പോലെയുള്ള പല മഹാന്മാരും രോഗികളാണ്. അബ്ദുറഹ്മാൻ മുസ്ലിയാർ മൂപ്പരും നന്നേ ക്ഷീണിതരാണ്. ഈ അടുത്ത് തന്നെ നമ്മളെ മുഷാവറ അംഗങ്ങൾ KKP അബ്ദുള്ള മുസ്ലിയാർ, ഞാനും മൂപ്പര് എപ്പോഴും അടുത്തടുത്തിരുന്നിട്ടാണ് മുഷാവറയിൽ ഉണ്ടാവല്. അതുപോലെ മാഹി മുസ്ലിയാർ, നവറല്ലാഹു മർഖദഹുമ, എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ ദുആ അവർക്കെല്ലാം കരുത്തേകും. മരണപ്പെട്ടവർക്ക് അത് വലിയ ഫളീലത്തായി മാറുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.